കർത്താവിൻ്റെ ഒരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ എത്താൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം കേട്ടത് ഭയത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തി പുറത്തു വരുന്നത് എന്നാണ്. അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നത് നമ്മെ ദണ്ഡിപ്പിക്കുന്ന സകലത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നാം ഇന്ന് കേൾക്കാനായി പോകുന്നത്. ശ്രദ്ധയോടെ കേട്ടാട്ടെ, നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സഹോദരങ്ങളെ, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തത, ഇരുട്ടിനകത്ത് എൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവ്യക്തത, അതാണ് പലപ്പോഴും എൻ്റെ അകത്തേക്ക് ഭയം കൊണ്ടുവരുന്നത്. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തത, എന്താകും എൻ്റെ ജീവിതം എന്നതിനെ കുറിച്ചുള്ള അവ്യക്തത, അതാണ് ഒരു ഭയത്തിൻ്റെ കാരണം. രണ്ട്, എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ ജീവിതത്തിലുള്ള സുരക്ഷിതത്വത്തിൻ്റെ വ്യക്തത, അതെനിക്ക് വ്യക്തമായി ഇല്ല എങ്കിൽ എൻ്റെ അകത്ത് ഭയം വരും. എന്നാൽ വ്യക്തമായി വേദപുസ്തകം പറയുക, യേശു വന്നത് നിന്നെ സംരക്ഷിക്കുവാനാണ്, യേശു വന്നത് നിന്നെ കരുതുവാനാണ്, നിന്റെ ഭാവിയിലുള്ള അവ്യക്തത നീക്കിയിട്ട് വ്യക്തത തരുവാനാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെശയ്യാവ് ഈ വാചകം പറഞ്ഞത്, അതിൻ്റെ തൊട്ട് താഴത്തെ വാചകം എഴുതിയിരിക്കുന്നത് 16-ാമത്തെ വാചകമാണ്. അതിങ്ങനെയാ, എന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തത് നിവൃത്തിയാകാനിടയായി. യേശു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? ഇരുട്ടിലിരിക്കുന്ന ജനത്തിനെ വലിയൊരു വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ, അവ്യക്തതയിൽ ജീവിക്കുന്ന, ഭാവിയുടെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്ന, സുരക്ഷിതത്വം ഇല്ലായ്മയിൽ ജീവിക്കുന്ന, ഇനി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഭരപ്പെട്ടിരുന്നത്, തൻ്റെ മുമ്പിലേക്കുള്ള പ്രത്യാശ എന്താണെന്ന് വ്യക്തതയില്ലാതിരുന്ന ആളുകൾക്ക് വ്യക്തമായ വെളിച്ചമുണ്ടാകാനായി തുടങ്ങി യേശു വന്നതോടുകൂടെ. ഹല്ലേലൂയ. അതിനകത്ത് 3 പ്രധാന കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാനത് വിശദീകരിക്കുന്നില്ലെങ്കിലും നിങ്ങൾ എഴുതി വെച്ചാട്ടെ. 1, നിങ്ങളുടെ സുരക്ഷിതത്വമില്ലായ്മ. 2, തങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ലായ്മ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3, തൻ്റെ ഫ്യൂച്ചറിനകത്ത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത്. എന്നാൽ ദൈവവചനം പറയുക, യേശു ഒരാളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങിയാൽ അയാൾക്ക് മനസ്സിലാകും, അവൻ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ പാടുന്ന, സ്ഥിരം പാടിക്കൊണ്ടിരുന്നൊരു പാട്ട് എൻ്റെ ഓർമ്മ വരുന്നേ. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട്, മരണനീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്, മരണനീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്, മരളലിഞ്ഞൂതൻ കരൾ പിടിച്ചു, അങ്ങനെ കരുതി നടത്തുമൻ അന്ത്യം വരെ. ഓ കരളലിഞ്ഞൂതൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമൻ അന്ത്യം വരെ. സഹോദരങ്ങളെ, നിങ്ങൾ മരണനിഴലിൽ കിടക്കുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് ചിന്തിക്കാൻ കഴിയാത്തവണ്ണം ഭയപ്പെട്ടിരിക്കുമ്പോ എൻ്റെ ദൈവത്തിന് പറയാനുള്ളത്, ശരണമായൊരുവൻ നിനക്കുണ്ട്, ശരണമായൊരുവൻ നിനക്കുണ്ട്. കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി 3-ാമത്തെ കാര്യം ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. ഇരുട്ട് സുരക്ഷിതത്വമില്ലായ്മ നൽകും, ഇരുട്ട് എൻ്റെ ഭാവിയെക്കുറിച്ച് അവ്യക്തത നൽകും. ഇനി യെശയ്യാ പ്രവാചകൻ ആ പറഞ്ഞ വാചകത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യെശയ്യാവ് അതിൻ്റെ 9-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ, ഇരുട്ടിൽ നടന്നൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ നടന്നതായി മത്തായി എഴുതി വെച്ചത്. നമുക്ക് ആ വാചകം ഒന്ന് ചുടന്നു വായിക്കാം. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ വെളിച്ചമുദിച്ചു. അടുത്ത വാചകം കൂടെ നിങ്ങൾ വായിക്കാവോ? നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്ധ്യതയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. ഹല്ലേലൂയ. അടുത്ത വാചകം കൂടെ ശ്രദ്ധിച്ചാട്ടെ. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ വടിയും മിഥ്യാന്റെ നാളുകളെ പോലെ ഒടിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇരുട്ടിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ യെശയ്യാവ് പറയുക, അവനെ ദണ്ഡിപ്പിക്കുന്ന ദണ്ഡനം കൂടെ ഒഴിഞ്ഞു പോകുകയാണ്.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് ഇരുട്ട്, ഒന്നാമത് നിങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതത്വമില്ലായ്മയാണ് ഇരുട്ടിനെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഇരുട്ട് നിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചറിനെ കുറിച്ച് വ്യക്തതയില്ല. അതാണ് നിങ്ങളുടെ ഭയത്തുകളിൽ ഒന്നിൻ്റെ കാരണം. മൂന്നാമത്, ഇരുട്ടിനകത്ത് ദണ്ഡനമുണ്ട്. വേദവസം പറയുക മിഥ്യാൻ, വേദവസം പറയുക അവൻ്റെ ചുമലിൽ വെച്ചിരിക്കുന്ന കോല് അല്ലെങ്കിൽ നുകം ഒടിഞ്ഞു പോകും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ചുമക്കുന്ന അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഭാരം ചുമക്കുന്ന ഒരു കാളയെ പോലെ എന്താണെന്നറിയാതെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ എൻ്റെ ദൈവം പറയുക, യേശു വരുമ്പോ ആ നുകത്തെ എൻ്റെ കർത്താവ് ഒടിച്ചു കളയും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന്, നിന്റെ സുരക്ഷിതത്വമില്ലായ്മ. രണ്ട്, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തത. മൂന്ന്, നിന്റെ മുകളിലിരിക്കുന്ന നുകം. ഇത് മൂന്നും ഇരുട്ടിന്റെ പ്രവർത്തികളാണ്. അതുകൊണ്ടാണ് ഇരുട്ടിൽ രാത്രിയിൽ എന്ത് വരുന്നു പറഞ്ഞത്? കരച്ചിൽ വരുമെന്ന് പറഞ്ഞത്. എന്നാൽ വേദപുസ്തകം പറയുക, യേശുവാകുന്നവൻ നിന്റെ വീട്ടിനകത്തേക്ക് വരുമ്പോ ഈ മൂന്ന് കാര്യങ്ങളും നിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി നീ എന്ത് ചുമക്കേണ്ടി വരത്തില്ല. നുകം ചുമക്കേണ്ടി വരത്തില്ല. അവ്യക്തതയുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരത്തില്ല. സുരക്ഷിതത്വമില്ലായ്മ നീ ചിന്തിക്കേണ്ടി വരത്തില്ല. കാരണം യേശു വന്നത് അബ്രഹാമിന്റെ സന്തതിയെ സുരക്ഷിതമായി സൂക്ഷിക്കാനാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിനക്ക് വേണ്ടി നിന്റെ ഭാവി എന്താണെന്ന് നിന്നോട് സംസാരിക്കാൻ വേണ്ടി. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1:8 പറഞ്ഞത്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. അതിന്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാനാണ് ആദിയും അന്ത്യവും. ഹല്ലേലൂയ. നിനക്ക് നിന്റെ ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാവി എവിടെ എത്തുമെന്ന് ആലോചന പറയുന്ന ഒരുവനാണ് നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ നുകത്തെ കുറിച്ച് വേദപുസ്തകം പറയുക, പുഷ്ടി നിമിത്തം നുകമൊടിഞ്ഞു പോകും. നിന്റെ മുമ്പിലുള്ള എത്ര വലിയ ഭാരമായിരുന്നാലും ഇനി ഒരിക്കലും എനിക്ക് ചുമക്കാൻ പറ്റത്തില്ല, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇത് എന്നെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിനക്കതിനെക്കുറിച്ചുള്ള ഭയം വേണ്ട. എന്റെ കർത്താവ് ആ നുകത്തെ ഒടിച്ചു കളയും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് എത്ര വലുതായിരുന്നാലും എന്റെ കർത്താവ് അതിനെ ഒടിച്ചു കളയും. ഒടിച്ചു കളയുക മാത്രമല്ല, അതിന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:3 പറഞ്ഞത് കണ്ടോ? കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെ അവൻ നിന്റെ അകത്ത് സന്തോഷത്തെ പകരും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന്, നിന്റെ ഫ്യൂച്ചറിനെ അവൻ ക്രമീകരിക്കും. രണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇല്ലാത്ത നിന്നെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരും. മൂന്ന്, നിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന നുകത്തെ ഒടിച്ചു കളയും. കഴിഞ്ഞില്ല, എന്നിട്ട് നിന്റെ അകത്ത് ആനന്ദം കൊണ്ടവൻ നിറയ്ക്കുവാനിടയാകും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഭയമല്ല ഇനി നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, പകരം ആനന്ദമാണ് വരാൻ പോകുന്നത്. ഏത് വിധത്തിൽ ആനന്ദം വരുമെന്നാ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഏത് വിധത്തിൽ ആനന്ദം വരും? കൊയ്ത്തുകാലത്ത് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള തനിക്ക് കൈകളിലേക്ക് ധനം വരുമ്പോൾ, അല്ലെങ്കിൽ കൊയ്ത്തിന്റെ നെല്ലും കാര്യങ്ങളും തന്റെ കൈകളിലേക്ക് വരുമ്പോൾ ഒരു കൊയ്ത ആളുകളുടെ അകത്തുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം പോലെ നിന്റെ ജീവിതത്തിൽ ഭയപ്പെട്ടിരുന്ന സ്ഥലത്ത് ആനന്ദമുണ്ടാകാനായി തുടങ്ങും. കൈകളുടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കുന്നവരങ്ങളെ, എന്നിട്ട് പൗലോസ് അല്ലെങ്കിൽ യെശയ്യാവ് പറയുക, മിഥ്യാനുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ ഞാൻ നിന്നെ വിടുവിക്കും. ആരാണ് മിഥ്യാനർ? വേദപുസ്തകം പറയുന്നത് മിഥ്യാനർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ച ഒരു കൂട്ടരാണ് മിഥ്യാനർ. യെശയ്യാ അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, മിഥ്യാനരെ അവർ ഭയപ്പെട്ടു. ആ മിഥ്യാനരെ ഭയപ്പെട്ടിട്ട് അവർ ഗുഹകളിലും ഒളിച്ചു താർത്തു. കാരണം എന്താ? അവരുടെ ജീവനെ എടുത്തു കളഞ്ഞു, കൊന്നുകളഞ്ഞു, അവരുടെ നന്മകളെ അപഹരിച്ചു കളഞ്ഞു. അവർ ഭയത്തിൽ ജീവിച്ചു. എന്നാൽ ദൈവവചനം പറയുക, ആ ഭയത്തിൽ നിന്ന് മിഥ്യാനർ തൻ്റെ ജീവിതത്തെ അടിമ വെച്ചിരുന്ന ആ സ്ഥലത്തിൽ നിന്ന് യേശുവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കേട്ടാട്ടെ. അപ്പൊ യേശു ഈ ലോകത്തിൽ വന്നത് ഭയത്തിൽ നിന്ന് മോചനം തരുവാനാണ്. എല്ലാവരും പറഞ്ഞേ, യേശു ഈ ലോകത്തിൽ വന്ന് എന്തിനു വേണ്ടിയാ? ഭയത്തിൽ നിന്ന് മോചനം തരാനാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഭയത്തിന്റെ അല്ലെങ്കിൽ മരണ ഭയത്തിലിരുന്നവരെ വിടുവിച്ചു. ആ ഭയം ഏതെല്ലാം കാര്യങ്ങളിൽ പ്രധാനമായി പിശാച് നമ്മളെ ഭയപ്പെടുത്തും? ഒന്ന്, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള സുരക്ഷിതത്വം. രണ്ട്, ഇരുട്ടിനകത്ത്
ഭാവിയെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ. 2, എൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ. എൻ്റെ മുകളിലിരിക്കുന്ന ഭാരം അല്ലെങ്കിൽ എൻ്റെ മുകളിലിരിക്കുന്ന പ്രശ്നം, അതിനെക്കുറിച്ചുള്ള ഭയം. സൗരങ്ങളെ, ഭയം ഏതുവാകട്ടെ, അതിൽ നിന്ന് വേദപുസ്തകം പറയുക, യേശു നിങ്ങളെ വിടുവിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു എങ്ങനെയാണ് നിങ്ങളെ വിടുവിക്കുന്നത്? അവിടെയാണ് ഏറ്റവും പ്രധാനമുള്ള വിഷയം. കഴിഞ്ഞ 3 ആഴ്ചകളായി ഞാൻ നിങ്ങളെ ഒരേ കാര്യം പഠിപ്പിച്ചു. യേശു എങ്ങനെയാണ് നിങ്ങളെ വിടുവിക്കുന്നത്? യേശു നിങ്ങളെ വിടുവിക്കുന്നത് എങ്ങനെയാ? ദൈവവചനം പറയുന്നത്, ദൈവം നമ്മളെ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്നത് അവൻ്റെ വചനത്താലാണ് നമ്മളെ വിടുവിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ അടുക്കലേക്ക് ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, ഞാൻ ഭയത്തിൽ കഴിയുക. ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചില ആളുകൾക്കൊക്കെ ഭയം മാറുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാവോ? ഉണ്ടാകാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ആ ഭയം കഴിഞ്ഞാൽ അടുത്തൊരു ഭയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ നടുവേദനയായിരിക്കും നിങ്ങളുടെ ഭയം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നടുവേദന പോയി, അതിൻ്റെ കൂട്ടത്തിൽ ഭയവും പോയി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ സകല ഭയത്തിൽ നിന്നും എനിക്ക് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ പറ്റത്തില്ല. ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരണമെങ്കിൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനം വരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവവചനത്തിൽ നിന്ന് ഒരു റെവലേഷൻ ഉണ്ടാകണം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നമല്ല വിഷയം. ആ പ്രശ്നത്തിനകത്ത് നിങ്ങളെ ഭരിക്കുന്ന ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ അകത്തേക്ക് എന്തു വരണം? വചനം കയറി വരണം. എല്ലാവരും ഒന്ന് കരമുയർത്തി പറഞ്ഞേ, വചനം കയറി വരണം. കരമുയർത്തി എന്ന് പറഞ്ഞ് എന്തു കയറുന്നു വരണം? വചനം വരണം. എല്ലാവരും ഒന്ന് കരമുയർത്തി പറ, ദൈവവചനം വരണം. ഒന്ന് ശബ്ദം ഉയർത്തി എന്നോടൊപ്പം ഒന്ന് പറഞ്ഞാട്ടെ, ഭയത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നത് ദൈവവചനം വരുമ്പോഴാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു. നമ്മുടെ അകത്ത് നമ്മൾ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് വചനം വരാറുണ്ട്. ആ വചനം വരുമ്പോൾ നമ്മൾ അതിനെ കാണാറുള്ളത്, നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യാറുള്ളത് ഈ വിധത്തിലാണ്. നമ്മുടെ ഉള്ളിൽ പറയും, എനിക്കൊരു വചനം തോന്നി, എൻ്റെ അകത്തേക്കൊരു വചനം തോന്നി, അല്ലെങ്കിൽ എൻ്റെ അകത്തേക്ക് ദൈവവചനം പ്രകാശിച്ചു, അല്ല ആ സമയത്ത് എനിക്ക് ആ വാക്യം ഓർമ്മ വന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ദൈവവചനം വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായേ, വചനം ഓർമ്മ വന്നു, എനിക്ക് തോന്നലുണ്ടായി, ബൈബിളിലെ ആ വാക്യം വന്നു എന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് പിടികിട്ടിയത്, ആ വചനം എൻ്റെ അകത്തേക്ക് വന്നത് ഒരു തോന്നലായിട്ടാണ് നിനക്ക് തോന്നിയതെങ്കിലും ആ വചനം നിന്റെ അകത്തേക്ക് വന്നപ്പോൾ വാസ്തവത്തിൽ നിനക്ക് സംഭവിച്ചത് ദൈവം തന്നെ നിന്നിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ഞാൻ ആ വാചകം പറയാം. കഴിഞ്ഞ ആഴ്ച ആഴത്തിൽ ഞാനത് വിശദീകരിച്ചു. ഹല്ലേലൂയ. ദൈവവചനം എൻ്റെ അകത്ത് വെളിപ്പെട്ടു. നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ പോയിരുന്നപ്പോൾ പെട്ടെന്നൊരു വാക്യം ഓർമ്മ വന്നു, അങ്ങനെ തോന്നിയിട്ടുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ച്. കുറച്ചു പേരെങ്കിലും അങ്ങനെ കരമുയർത്താൻ നാണക്കേടുവല്ലോ ഉണ്ടോ? കരമുയർത്തി എന്ന് കാണിച്ച്. നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഓർമ്മ വന്നു. ആ ഓർമ്മ വന്നതോടുകൂടെ നിങ്ങളിൽ പലരും പറയും, എനിക്ക് ഭയം മാറിയ സമയത്ത്, ആ സമയത്ത് ടെൻഷൻ പോയി. അങ്ങനെ തോന്നിയിട്ടുള്ളവരെന്ന് കരമുയർത്തിക്ക്. നമുക്ക് തോന്നി, വചനം ഓർമ്മ വന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, എൻ്റെ ദൈവത്തിന് നിങ്ങളോട് പറയാൻ മറ്റൊന്നുണ്ട്. നിങ്ങളുടെ അകത്ത് ഓർമ്മ വന്നത് വെറും ഒരു വാക്ക് മാത്രമല്ല, ആ ഓർമ്മ വന്നത് നിന്റെ അകത്തേക്ക് മാനിഫെസ്റ്റഡ് ആയ ദൈവം തന്നെയാണ്. ചേർന്ന് കൈകളടിച്ച് അല്പനേരം ദൈവത്തെ ആരാധിച്ച്, ചേർന്ന് കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ച്. നിങ്ങളുടെ അകത്തേക്ക് അത് വെറും തോന്നലല്ല. വേദപുസ്തകം പറയുക, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. നിങ്ങളുടെ അകത്തേക്ക് ഓർമ്മ വന്ന വചനത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. എന്താ ഓർമ്മ വന്ന വചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്? വചനം, ബൈബിൾ പറയോ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാചകം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു എന്ന് ശ്രദ്ധിക്കാവൂ നിങ്ങൾക്ക്. നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട ആ വചനം ഒരിക്കൽ ദൈവം ഡിസൈൻ ചെയ്തു. ഏതുപോലെ? ഗോഡ് വചനത്തെ ഡിസൈൻ ചെയ്തു. ആരെ പോലെ? ഒരു മനുഷ്യനെ പോലെ. ആ മനുഷ്യനെ പോലെ ഡിസൈൻ ചെയ്തതാണ് വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങി നടന്ന യേശു കർത്താവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ പലപ്പോഴും നമുക്ക് കാണാം, ഇസ്രായേൽ ജനത്തിനോട് ദൈവം ഇടപെടുമ്പോഴും പ്രവാചകന്മാരോട് ദൈവം ഇടപെടുമ്പോഴും ദൈവം ചെയ്തത് അവരോട് അവരുടെ വായിൽ ദൈവത്തിൻ്റെ വചനം വെച്ചു കൊടുത്തു. അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം വചനം വെച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചിരുന്നത് അത് വെറും ഒരു ചിന്ത മാത്രമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. സഹോദരങ്ങളെ, അതല്ല, കുറച്ചും കൂടെ അപ്പുറമാണത്. എൻ്റെ അകത്ത് ആ ചിന്ത വന്നപ്പോൾ വാസ്തവത്തിൽ ഒരു ചിന്തയല്ല വന്നത്, സത്യത്തിൽ സാക്ഷാൽ ദൈവം എൻ്റെ അകത്ത് മാനിഫെസ്റ്റഡ് ആകുകയാണ്. ഒന്ന് കൈകൾ ഇടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ അകത്തൊരു വചനം മാത്രമല്ല, ഒരു ചിന്തയല്ല വന്നത്, സാക്ഷാൽ സർവശക്തനായവൻ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വരികയാണ്. ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ലാത്ത, ഇരുട്ടിലായിരിക്കുന്ന, ഭയത്തിൻ്റെ നിഴലിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ നടത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നിരിക്കുന്നത്. അവൻ്റെ കരം പിടിച്ച് നമുക്ക് ഓരോ നിമിഷവും മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോ നിമിഷവും ആശ്രയിക്കാം. അവൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. സിസ്റ്റർ, ഈ ചേച്ചിയുടെ പേര് ബിന്ദു. ചേച്ചി വരുന്ന ചണ്ണപ്പട്ടയിൽ നിന്നാണ്. ഈ ചേച്ചി പറയുന്ന സാക്ഷ്യം, ചേച്ചി കുറേ നാളുകളായിട്ട് വീട് പണിയുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളുകളായിട്ട് വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് ചേച്ചി വന്ന് ബ്രദറിനെയും കൊണ്ട് പ്രാർത്ഥിച്ചു. ചേച്ചി പറയുന്നു അതിനുശേഷം വീട് പണിയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായി. എന്നാൽ 1,00,000 രൂപ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. ചേച്ചി പറയുന്നത് ചേച്ചി വിചാരിച്ചു ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ ചേച്ചിയുടെ പരിചയത്തിലുള്ള ഒരു ചേച്ചിയെ പരിചയപ്പെട്ട് ആ ചേച്ചിക്ക് 1,00,000 രൂപ കൊടുത്തു. അത് അഡ്വാൻസായി കൊടുക്കുവാനായി ഇടയായി എന്നാ ചേച്ചി പറയുന്നത്. താങ്ക് യു ജീസസ്. കർത്താവ് ചെയ്തതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. സിസ്റ്റർ, ഈ ചേച്ചിയുടെ പേര് ഷീല, കടക്കിൽ നിന്നാണ് വരുന്നത്. ചേച്ചി പറയുന്നത് ചേച്ചി ഒരു ഭവനമില്ലാതിരിക്കുന്ന സമയത്താണ് ചേച്ചി ഇവിടെ വരുന്നത്. ചേച്ചിക്ക് ഒരു ഭവനത്തിന് വേണ്ടി ഇവിടെ വന്ന ബ്രദറുമായി പ്രാർത്ഥിച്ചു. ചേച്ചി പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം സകല പണിയും പൂർത്തീകരിച്ച് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നാണ് ചേച്ചി ഇവിടെ വരാനിടയായത്? കുറച്ച് നാളുകൊണ്ട് ഇവിടെ വരുന്നു. കുറച്ച് നാളുകൊണ്ടേ വരുന്നുണ്ട്. നാളുകളായിട്ട് ഒരു ഭവനം ആഗ്രഹിച്ചിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ചെയ്തു. ഇവിടെ എഴുതി കൊടുത്തു. അതിനുശേഷം വലിയ ഒരു വീട് എനിക്ക് കിട്ടി. വീടാണ് വെച്ചത്. ചേച്ചിക്ക് സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറത്ത് കർത്താവ് തന്നു. കാരണം പിന്നെ അവിടെയൊക്കെ വീട് വെച്ചിട്ട് ഓരോരുത്തർക്ക് പൂർത്തിയാവാതെ കിടക്കുന്നു. ഇത് മൊത്തം ടൈലും എല്ലാം ആയിട്ട് നല്ല വലിയ ഒരു വീട് ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ ചേച്ചി എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ സാക്ഷി നമ്മളോട് പങ്കുവെക്കുന്നത്. ചേച്ചിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലെ ഒരു നന്മ കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. നല്ല കർത്താവിനെ കരങ്ങളടിച്ച് സ്തുതിക്കാം. താങ്ക് യു ജീസസ്. സിസ്റ്റർ, ഈ മോളുടെ പേര് അതുല്യ, കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. മോള് പറയുന്നത് +2 പരീക്ഷ കഴിഞ്ഞ് മോൾക്ക് റിസൾട്ട് വന്നു. പക്ഷേ മോൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. മോൾ ITCക്ക് പഠിക്കാൻ പോയി. അതിനുശേഷം വീണ്ടും ഈ വർഷം മോൾ അഡ്മിഷന് വേണ്ടി കൊടുത്തു. പക്ഷേ മോൾക്ക് അതിനൊന്നും അലോട്ട്മെൻറ്റുകൾ വിളിച്ചതിനൊന്നും മോൾക്ക് കിട്ടിയില്ലെന്നാണ് മോൾ പറയുന്നത്. പക്ഷേ മോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിളിച്ചു. അതിന് മോൾക്ക് കിട്ടിയെന്നാണ് മോൾ പറയുന്നത്. താങ്ക് യു ജീസസ്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്ന കാര്യമാണോ പറയുന്നത്? 2017 ഞാൻ +2 കഴിഞ്ഞു. എങ്ങും ഡിഗ്രിക്ക് കിട്ടാഞ്ഞുകൊണ്ട് TTC 2017 +2 കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് TTCക്ക് പോയി. അതിനുശേഷം ഈ വർഷം പിന്നെയും കിട്ടിയില്ല. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു TV-യിൽ പ്രോഗ്രാം വന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് അലോട്ട്മെൻറ്റ് വന്നപ്പം കിട്ടി. ഹല്ലേലൂയ. ഒരു വർഷത്തിന് ശേഷം കിട്ടുവാനിടയായി തീർന്നു. 2 വർഷം. 2 വർഷത്തിന് ശേഷം 2017 +2 കഴിഞ്ഞതാണ്. ആ സമയം കിട്ടിയില്ല. അപ്പം മോള് വേറൊരു കോഴ്സ് ചെയ്യാനിടയായി തീർന്നു. പിന്നെയും അപേക്ഷിച്ചിട്ട് പിന്നെയും കിട്ടിയില്ല. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി മോളുടെ ജീവിതത്തിലുണ്ടായി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഈ ചേച്ചിയുടെ പേര് സുലഫ. ചേച്ചി വരുന്ന അഞ്ചൽ നിന്നാണ്. ചേച്ചി പറയുന്നത് 19 വർഷത്തിന് മുമ്പ് ചേച്ചിയെ പാമ്പ് കടിച്ചു. അത് നിമിത്തം ചേച്ചിയുടെ ശരീരത്തിൽ നീരും വേദനയും, അതേപോലെ നടക്കാൻ കഴിയുകയില്ല, വേദനയും ഭാരപ്പെടുകയായിരുന്നു. ജോലി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കിടന്നാൽ എണീക്കാൻ കഴിയത്തില്ല, കാലിന് ഭയങ്കര കഴപ്പായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് മുഴുവനും മാറി പരിപൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ഹല്ലേലൂയ. ഏകദേശം 19 വർഷമായിട്ട് ശരീരത്തിൽ നീരായിരുന്നു. കാലിൽ രക്തേണല് കടിച്ച് അങ്ങനെ നീരും കഴപ്പും വേദനയൊക്കെ ആയിരുന്നു.
ഞാൻ കശുവണ്ടി ഫാക്ടറി പോയി ഇരുന്ന് ജോലി ചെയ്യുന്നതായിരുന്നു. കാലിൻ്റെ നീരും കഴപ്പും വേദനയും ഇപ്പോൾ അഴലൊക്കെ ആയി. അത് ഇപ്പം അങ്ങനെ ഫാക്ടറി പോകുന്നില്ല. പ്രയാസം കാരണം കൊണ്ട് പോകാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പം പോകുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇത് മാറി. ഇവിടെ ഒന്ന് പ്രാർത്ഥന ശേഷം ഇതെല്ലാം മാറി. പിന്നീട് നീര് വെച്ചിട്ടില്ല, നീരില്ല. ഹല്ലേലൂയ. 19 വർഷമായിട്ടുണ്ടായിരുന്ന പ്രയാസത്തിൽ നിന്നാണ് കർത്താവ് സിസ്റ്ററിനെ വിടുവിച്ചത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അതേപോലെ സിസ്റ്ററിന് വേറൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. ചേച്ചിയുടെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. ചുമടെടുത്തതിനെ തുടർന്ന് ഉണ്ടായതായിരുന്നു. എന്നാൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി പറഞ്ഞു ആ നിമിഷം അത് സൗഖ്യമായി എന്ന്. ഹല്ലേലൂയ. എത്ര നാളായിട്ട് ആ വേദന ഉണ്ടായിരുന്നു? 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. ചുമട് തല വെച്ചതിനെ പറ്റി ഇവിടെ ഇങ്ങനെ ഞരമ്പങ്ങാണ്ട് പിടച്ചിരുന്നത്. അപ്പോൾ സിസ്റ്റർ TV കൂടെ പ്രാർത്ഥിച്ചു. ഞരമ്പ് പിടച്ചതിനെ പറ്റിയാൽ ഒരു കഴുത്തിന് വേദനയായിട്ടിരിക്കുന്നത്. അപ്പോഴത്തന്നെ അത് മാറി. ആ സമയം തന്നെ അത് മാറുവാനിടയായി തീർന്നു. താങ്ക് യു ജീസസ്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ബ്രദർ, ഈ ആന്റി 2 അത്ഭുത സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ആന്റിയുടെ പേര് തുളസി എന്നാണ്. വിളപ്പിശാല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വിളപ്പിൽശാല. ആന്റിയുടെ മകൾക്ക് വീട് ഉണ്ടായിരുന്നില്ല. വസ്തു വിറ്റ് വീട് വയ്ക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരുന്നത്. അവർ അതിനായി ധാരാളം ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. 1 വർഷം മുന്നേ ചർച്ചിൽ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവർ വസ്തു വിൽക്കുകയും 2 നില വീട് വിൽക്കുകയും ചെയ്തു. ഈ ബുധനാഴ്ചയാണ് പാലുകാച്ച്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. വീട് വെക്കാൻ ദൈവം സഹായിച്ചു. അത് 2 നില വീട് വെക്കാൻ സഹായിച്ചു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. കൊട്ടാരങ്ങളിൽ വസിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, കൊട്ടാരത്തിൽ വസിക്കണം. പറ. രണ്ടാമത് ഈ ആന്റിക്ക് കണ്ണു ചൊറിഞ്ഞിട്ട് ചുവന്ന് തടിച്ച് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. രാത്രി തുണി നനച്ച് കണ്ണിൽ ഇട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. എന്നാൽ 1.5 മാസം മുന്നേ ഇവിടെ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. പൂർണ്ണമായിട്ട് സൗഖ്യമായി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഒരു പൗഡർ ഇടാനാ, ഒരു ഡ്രസ്സ് എടുത്തിടാനാ, പുറത്തിറങ്ങുമ്പോൾ പൊടിയായാലും കണ്ണ് ചൊറിഞ്ഞ് കണ്ണടഞ്ഞ് രാത്രി ഉറങ്ങാൻ പറ്റില്ല. കണ്ണടഞ്ഞു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല. തുണിയിൽ വെള്ളം മുക്കിയാണ് കണ്ണിലിട്ടുകൊണ്ടാണ് രാത്രി കിടക്കണത്. ഇപ്പൊ 1.5 മാസം കൊണ്ട് ആ പ്രശ്നം ഒന്നുമില്ല. പൂർണ്ണമായിട്ട് സൗഖ്യമായി. യേശു അത്ഭുതം ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ബ്രദറെ, ഈ അങ്കിളിന്റെ പേര് ശശികുമാർ എന്നാണ്. പാപ്പനംകോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ അങ്കിളിന് അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ അങ്കിളിന് 7 വർഷമായിട്ട് ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു. 7 കൊല്ലം. അത് കാരണം 3 പ്രാവശ്യം അറ്റാക്ക് വരികയും 2 പ്രാവശ്യം ആൻജിയോഗ്രാം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിന് വിശ്വാസത്തോടെ അങ്കിൾ കടന്നു വന്നു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതോടൊപ്പം കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകി. അങ്കിള് എത്ര വർഷമായിട്ട് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു? 7 വർഷം. 3 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി. നമ്മുടെ ചർച്ചിലെ വന്ന് അല്ലെങ്കിൽ ഡെലിവറൻസ് ക്യാമ്പിന് വന്ന് പ്രാർത്ഥിച്ചു. സൗഖ്യമായി. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഞാൻ അങ്കിളിന് 2 കാര്യം കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവേ. ഒരു ചെവിക്ക് ചില പ്രശ്നമുണ്ട്. ഉണ്ടായില്ല. ഇന്ന് ആ ചെവി ശരിയാവും. 2 കണ്ണിൽ വലത്തെ കണ്ണിനൊരു കുഴപ്പമുണ്ട്. ഉണ്ട്. ആ കണ്ണു ഒന്ന് ശരിയാവും. ഒരു കാല് മുഴുവൻ പെരുപ്പാണ്. അതും ഒന്ന് ശരിയാവും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആമേൻ. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോ? ചെവി കേൾവി കുറവില്ലേ? ഉണ്ട്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഈ ചെവി എന്ന് കണ്ടീഷൻ ആവുക? ഇല്ല, അസാധ്യമായതില്ല. എൻ ദൈവത്താൽ അസാധ്യമായതില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, മുന്നോട്ടുള്ള ഭാവി അടഞ്ഞിരിക്കുന്ന കർത്താവെ, ഓരോ യൗവനക്കാരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവിടുത്തെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. ദൈവിക സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ കർത്താവെ, ആ വചനത്തിൻ്റെ ബലത്തിലായിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുപിതാ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ബുദ്ധിമാന്യം സംഭവിച്ച കർത്താവെ, ഒരു പെൺകുഞ്ഞുമായിരിക്കുന്ന അമ്മേനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ മകളുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കണമേ അപ്പാ. കർത്താവെ, ആ മകൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ പ്രവൃത്തി ആ കുടുംബത്തിന്മേലുണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്.
താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുപിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, മദ്യപാനത്താൽ കർത്താവെ ഉണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിൽക്കപ്പെട്ട് യേശുപിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥ തീരെ ബലഹീനമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച ആ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, അവരുടെ ഭാവിയുടെ മേലെ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. യേശുപിച്ച അവർക്ക് നഷ്ടമായതൊക്കെയും അവർക്ക് മടക്കി ലഭിക്കട്ടെ അപ്പാ. കർത്താവെ, ആ നഷ്ടമായ സമാധാനം അവർക്ക് തിരികെ ലഭിക്കട്ടെ അപ്പാ. സാമ്പത്തികമായ എല്ലാ വഴികളും, നഷ്ടമായ എല്ലാ വഴികളും കർത്താവെ അവർക്കത് അനുഗ്രഹമായി തീരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോപിച്ച ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പിതാവേ. കർത്താവെ, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കർത്താവെ ആ വ്യക്തികളുടെ മേൽ അവിടുത്തെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോപിച്ച വൈഫിന് ഡിപ്രഷനായതിനെ തുടർന്ന് പ്രയാസത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. ഈശോപിച്ച ആ കുടുംബത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. കർത്താവെ, ആ താളം തെറ്റിയതുപോലെ ആയിരിക്കുന്ന ആ ജീവിതം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അത് നേരെ ആവട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. യേശുപിച്ച അവരായിരിക്കുന്ന വിഷയത്തിന്മേൽ, അവരുടെ രോഗത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായി കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ അപ്പാ. ഓരോ വ്യക്തികളും കർത്താവെ ദൈവിക നന്മകൾ അനുഭവിക്കുവാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴിൽ മറച്ചു കൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.